നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. പി മോഹനൻ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. TP കൊന്നതിന് കിട്ടിയ പാരിതോഷികമെന്ന് KK രമ. എറണാകുളം പിണറായി പക്ഷം പിടിച്ചെടുത്തു. P രാജീവ് സെക്രട്ടറി. ഗോപി കോട്ടമുറിക്കൽ DC. ചക്കിട്ടപ്പാറയിൽ ഇരുമ്പയിര് ഖനനത്തിന് വീണ്ടും നീക്കം. MSPL കമ്പനി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് മുന്നിൽ. കേന്ദ്രാനുമതി തേടാൻ സംസ്ഥാനത്തിന്റെ പിന്തുണ അനിവാര്യം. രേഖകൾ റിപ്പോർട്ടർ പുറത്തുവിട്ടു. കിരൺ ബേദി BJPയിൽ. ദില്ലി നിയമസഭയിലേക്ക് മത്സരിക്കും. ജയപ്രദയും ഷാസി അയൽമയും BJPയിൽ ചേരുമെന്ന് റിപ്പോർട്ട്. മോദിയെ വീണ്ടും പ്രകീർത്തിച്ച് ശശി തരൂർ. കൗമാരകലയുടെ മഹോത്സവത്തിന് കോഴിക്കോട് തിരിതെളിഞ്ഞു. ഇനി കലാമാമാങ്കത്തിന്റെ പകലിരവുകൾ. സാംസ്കാരിക പ്രൗഢി വിളിച്ചറിയിച്ച് ഘോഷയാത്ര. ദേശീയ ഗെയിംസ് വേദികളിൽ സാങ്കേതിക സമിതിയുടെ പരിശോധന. കൊല്ലം ഹോക്കി സ്റ്റേഡിയത്തിന്റെ ഒരുക്കങ്ങളെ പരിഹസിച്ച് സമിതി അംഗങ്ങൾ. ഒരുക്കങ്ങൾ പൂർണ്ണമല്ലെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി P മോഹനെ തെരഞ്ഞെടുത്തു. TP കേസിൽ P മോഹനെ കുറ്റവിമുക്തനാക്കിയതാണെന്ന് CPIM ജില്ലാ നേതൃത്വം അറിയിച്ചു. തെറ്റ് തിരുത്തി വന്നാൽ പാർട്ടി വിട്ടുപോയവരെ സ്വീകരിക്കുമെന്ന് P മോഹനൻ അറിയിച്ചു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും താൽപര്യവും പരിഗണിച്ചാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന P മോഹനനെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. A പ്രദീപ് കുമാറിന്റെയും M ഭാസ്കരന്റെയും പേരുകൾ ഉയർന്നുവന്നുവെങ്കിലും P മോഹനന് സ്വീകാര്യത ലഭിക്കുകയായിരുന്നു. TP ചന്ദ്രശേഖരൻ വധത്തിൽ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ സമ്മേളനത്തിൽ ചർച്ച നടക്കാതിരുന്നതും P മോഹനന്റെ വഴി എളുപ്പമാക്കി. TP കേസിനെ കുറിച്ചുള്ള ചോദ്യത്തോട് P മോഹനന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതിനെന്ത് പശ്ചാത്തലം കോടതി വിധി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിചാരണ കോടതി അടിവരയിട്ട് പറഞ്ഞ അസന്നിഗ്ധമായി പറഞ്ഞാണല്ലോ. ബാക്കി അതുമായി ബന്ധപ്പെട്ട് അത് CPM ആണല്ലോ തെരഞ്ഞെടുത്തത്. പാർട്ടി വിട്ടവർ തെറ്റുതിരുത്തിയാൽ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യുമെന്നും പുതിയ ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ആരെങ്കിലും പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം അകന്നു പോയിട്ടുണ്ട്, അവർ തെറ്റുതിരുത്തി വരുമ്പോൾ അത് പ്രോത്സാഹിപ്പിക്കും, അവരെല്ലാം ഉൾക്കൊള്ളും. തുറന്ന മനസ്സോടെ തന്നെ തിരുത്തലുകൾ വരുന്നവരെ സ്വീകരിക്കും. 40 അംഗ ജില്ലാ കമ്മിറ്റിയിലേക്ക് 5 പുതുമുഖങ്ങളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. M ഗിരീഷ്, P വിശ്വനാഥൻ, PK പ്രേംനാഥ്, K പുഷ്പജ, P ചന്തു എന്നിവരാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. പാർട്ടിയെ പിടിച്ചുലച്ച സംഭവവികാസങ്ങൾ അരങ്ങേറിയ കോഴിക്കോട് ജില്ലയിൽ വലിയ തർക്കങ്ങളില്ലാതെ പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനായി. TP കേസിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോകുമെന്ന സന്ദേശമാണ് P മോഹനനെ ജില്ലാ സെക്രട്ടറിയാക്കിയതിലൂടെ CPM നൽകുന്നത്. പ്രതിനിധി സമ്മേളനം നടന്ന വടകര ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ക്യാമറമാൻ അരുൺ മാത്യുവിനൊപ്പം KM ഷഹീദ്, റിപ്പോർട്ടർ. CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷം പിടിച്ചടക്കി. P രാജീവിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 43 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 23 പേർ പിണറായി പക്ഷക്കാരാണ്. ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ഗോപി കോട്ടമുറിക്കലും KA ചാക്കോച്ചനും ജില്ലാ കമ്മിറ്റിയിലേക്ക് മടങ്ങിയെത്തി. അതേസമയം സരോജിനി ബാലാനന്ദനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. 43 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 20 പേർ VS പക്ഷക്കാരും 23 പേർ പിണറായി പക്ഷക്കാരുമാണ്. 7 പേരെ ഒഴിവാക്കിയപ്പോൾ 9 പേരെ കൂടുതലായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഒഴിവാക്കപ്പെട്ട 7 പേരിൽ സരോജിനി ബാലാനന്ദൻ, CV ഔസേപ്പ്, KP ഭദ്രൻ തുടങ്ങി 6 പേർ VS പക്ഷക്കാരാണ്. ഉൾപ്പെടുത്തിയ 9 പേരിൽ ഗോപി കോട്ടമുറിക്കൽ, P രാജീവ്, V സലീം തുടങ്ങി 7 പേർ പിണറായി പക്ഷക്കാരും. രാവിലെ 2.5 മണിക്കൂർ നീണ്ടുനിന്ന ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഏകകണ്ഠമായാണ് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്. പിണറായി പക്ഷത്തെ CN മോഹനെ സെക്രട്ടറിയാക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ചില അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് P രാജീവിനെ സമവായ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയായിരുന്നു. വിഭാഗീയത അവസാനിച്ചെന്നും പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുമെന്നും P രാജീവ് പറഞ്ഞു. സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ഏകണ്ഠമായി തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഏകണ്ഠമായി തെരഞ്ഞെടുത്തു. നല്ല രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള സമ്മേളനമാണ് തൃപ്പൂണിത്തുറ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ പറവൂർ സമ്മേളനത്തിൽ VS പക്ഷം സെക്രട്ടറിയായി ഉയർത്തിക്കാട്ടിയിരുന്ന TK മോഹനൻ അടക്കമുള്ളവർ പിണറായി പക്ഷത്തേക്ക് കൂറുമാറി. കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സരോജിനി ബാലാനന്ദൻ പ്രതിനിധി സമ്മേളനം പൂർത്തിയാക്കാതെ മടങ്ങി. ഒളിക്യാമറ വിവാദത്തിലൂടെ പാർട്ടി നടപടി നേരിട്ട KA ചാക്കോച്ചന്റെയും ഗോപി കോട്ടമുറിക്കലിന്റെയും ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തിരിച്ചുവരവിനും സമ്മേളനം വേദിയായി. VS പക്ഷത്തിന് അവസാന ജില്ലാ കമ്മിറ്റിയും നഷ്ടമായി. CPM വിഭാഗീയതയുടെ ഈറ്റില്ലമായ എറണാകുളം ജില്ലയിൽ ഇതോടെ വിഭാഗീയത അവസാനിക്കുമോ അതോ ആളിക്കത്തുമോ? കാത്തിരുന്ന് കാണാം. ക്യാമറമാൻ ഷമീർ PBയോടൊപ്പം സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം KK രമ, NP ചേക്കുട്ടി, N മാധവൻകുട്ടി, NM പിയേഴ്സൺ, KM ഷാജഹാൻ, ഒപ്പം തന്നെ സരോജിനി ബാലാനന്ദൻ എന്നിവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ NM പിയേഴ്സൺ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ കാര്യത്തിൽ P മോഹനന്റെ കാര്യത്തിൽ പൊതു സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നൊരു തെരഞ്ഞെടുപ്പായിരിക്കുമോ ഇത്?
അല്ല, പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പ് അല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് CPM നേതൃത്വം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് വളരെ അത്ഭുതത്തോടും പരിഭ്രാന്തിയോടും മാത്രമായിരിക്കും കേരളത്തിൻ്റെ പൊതുസമൂഹം മനസ്സിരുത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേണമെങ്കിൽ CPMനെ ഇത്തരത്തിലുള്ളൊരു വിവാദ അധ്യായം ഈ സമ്മേളനത്തിൽ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. യാതൊരുവിധമായിട്ടുള്ള തർക്കങ്ങളില്ലാത്തതായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് സമൂഹത്തിന് കൂടി സ്വീകാര്യനായിട്ടുള്ള ഒരു സെക്രട്ടറിയെ തീർച്ചയായിട്ടും അവതരിപ്പിക്കാൻ കഴിയുമായിരുന്നു. ശ്രീ KM ഷാജഹാൻ, പക്ഷേ എരഞ്ഞിപ്പാലം മാറാട് പ്രത്യേക സെഷൻസ് കോടതിയിൽ ശ്രീ P മോഹനൻ ഒഴിവാക്കപ്പെട്ടതാണ്, കുറ്റവിമുക്തനാക്കപ്പെട്ടതാണ്. ശ്രീ P മോഹനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി വന്ന തെളിവുകൾ അംഗീകരിക്കപ്പെടാൻ കഴിയില്ല എന്നും അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് RMPക്കാർ എന്നും കോടതി വിധിച്ച സ്ഥിതിക്ക് CPM എന്തിന് കാത്തു നിൽക്കണം? അല്ല നികേഷ്, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം നികേഷ് പറഞ്ഞ പോലെ സാങ്കേതികമായി ഒരുപക്ഷെ കോടതി, ഒരു വിചാരണ കോടതി ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടാവാം. ആ കോടതി തന്നെ യഥാർത്ഥത്തിൽ ഏറ്റവും കീഴ്ക്കോടതിയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പക്ഷേ ജനങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പിന്നെ ഈ P മോഹനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് സാങ്കേതികമായി എന്ത് വേണമെങ്കിലും പറയാം, കുറ്റവിമുക്തൻ എന്ന് പറയാം, അതിപ്പോൾ P മോഹനും അവിടെ നിന്ന് പറയുന്നത് കേട്ടു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ TP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് P മോഹനൻ ഒരു കളങ്കിത വ്യക്തിത്വമാണ് ജനങ്ങളുടെ ഇടയിലും പാർട്ടി അണികളുടെ ഇടയിലും. ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, പാർട്ടിയുടെ അണികളുടെ ഇടയിലും അഭ്യുദയകാംക്ഷികളുടെ ഇടയിലും. അപ്പോൾ പാർട്ടി അണികളുടെ ഇടയിലും അഭ്യുദയകാംക്ഷികളുടെ ഇടയിലും TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു നേതാവിനെ യാതൊരു കാരണവുമില്ലാതെ, പിയേഴ്സൺ പറഞ്ഞ പോലെ യാതൊരു കാരണവുമില്ലാതെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് ഒരു ജില്ലാ സെക്രട്ടറി ആയി ജനങ്ങളുടെ മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ CPM എന്ന് പറയുന്ന ഈ പാർട്ടി ജനങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ചിന്തയ്ക്ക്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് കരുതുന്നു, അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പുല്ലുവിലയാണ്. ജനങ്ങളെ പുല്ലുവിലയാണ് പാർട്ടി അണികളെ. ഞങ്ങളുടെ ഇതാ TP ചന്ദ്രശേഖരൻ അതിലൊരു മറുവാദമുണ്ട് ശ്രീ KM ഷാജഹാൻ. പാർട്ടി എല്ലാ കാലത്തും TP ചന്ദ്രശേഖരന്റെ വധം വ്യക്തിവിരോധം മൂലം നടപ്പാക്കിയതാണ് എന്നും പാർട്ടിക്ക് അതിൽ യാതൊരു പങ്കാളിത്തവുമില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. P മോഹന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും P മോഹനെ കുടുക്കാൻ വേണ്ടിയുള്ള ശ്രമം അന്ന് ആഭ്യന്തരമന്ത്രിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ വേർഷൻ. ഇപ്പോൾ P മോഹനെതിരായ തെളിവുകൾ, അതിനെയും പാർട്ടി മാത്രമല്ല പിന്നീട് കോടതിയിലും ഒക്കെ തന്നെ ഖണ്ഡിക്കാൻ കഴിഞ്ഞിരുന്നു. പടയങ്കണ്ടി രവീന്ദ്രൻ്റെ പൂക്കടയിൽ P മോഹനൻ TP ചന്ദ്രശേഖരനെ വധിക്കുന്നതിന് ഗൂഢാലോചന നടത്തുന്നത് താൻ കണ്ടു എന്ന് CPMൽ നിന്ന് പിന്നീട് RMPയിലേക്ക് വന്ന ഒരാൾ പറയുകയാണ്. അതായത് ഒരു പൂക്കടയിൽ ഇരുന്നു കൊണ്ട് P മോഹനൻ ഉറക്കെ TP ചന്ദ്രശേഖരനെ കൊല്ലണം എന്ന് തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയുന്നത് കേട്ടു എന്ന് റോഡിലൂടെ പോകുന്ന ഒരാൾ പറയുന്നത് കോടതിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഭാവനയ്ക്കപ്പുറത്താണ് എന്നാണ്. അങ്ങനെ ഒരാളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുക, വലിയ ഭീകരമായ ആക്രമണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഭരണവർഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക, ആ ആൾ അഗ്നിശുദ്ധി തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമല്ലേ അയാളെ റിവാർഡ് ചെയ്യുക എന്നുള്ളത്? അല്ല നികേഷ്, ഇതിനകത്ത് നികേഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിയമപരമായും സാങ്കേതികമായും CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് അങ്ങനെ പറയാം. TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടുകൾ നമുക്കറിയാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് സ്വയം ബോധ്യപ്പെടലല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPMുമായി നേരത്തെ ബന്ധപ്പെട്ടുന്ന ഒരാള് പിന്നീട് അയാളെ അതിദാരുണമായി പൊതുസമൂഹത്തിന് കൂടി ബോധ്യമാകുന്ന തീരുമാനമല്ല CPM എടുത്തതെന്നാണല്ലോ താങ്കൾ ആവർത്തിക്കാൻ പോകുന്നത്. ദയവായി തുടരുക ശ്രീ KM ഷാജഹാൻ. ശ്രീ NP ചേക്കുട്ടി, കോഴിക്കോട് നിന്നുകൊണ്ടാണല്ലോ താങ്കൾ ഇപ്പോൾ സംസാരിക്കുന്നത്. വടകരയിൽ ജില്ലാ സമ്മേളനം, അവിടെ വെച്ച് തന്നെ P മോഹനനെ സെക്രട്ടറിയാക്കുക. ഒരു ടേമെങ്കിലും കാത്തുനിന്നുകൂടായിരുന്നോ? അപ്പീലിന്മേൽ തീരുമാനമാകണം എന്ന് പറയുന്നില്ല എങ്കിൽ പോലും CPMനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹം ഇതൊന്നും മറക്കുക. 2002-ലാണല്ലോ, ക്ഷമിക്കണം, 2012-ലാണല്ലോ കൊലപാതകം, 2015 തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 ലോക്സഭാ സീറ്റുകളും CPM തോറ്റത് എന്തിനാണ്?
CPM തോറ്റത് ഞങ്ങൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്ന് സംശയിച്ചു പോലും നിന്നു എന്ന് ജില്ലാ സെക്രട്ടറി പറയുകയും അത് ജില്ലാ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുകയും ചെയ്തിട്ട് ഇത്ര വേഗത്തിൽ ശ്രീ പി മോഹനെ ജില്ലാ സെക്രട്ടറി ആകുന്നത് ഏത് തരം ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്? ബുദ്ധിയുടെ പ്രശ്നമല്ല ഇത് രാഷ്ട്രീയമായിട്ട് CPM എത്തിച്ചേർന്ന വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയുടെ ലക്ഷണമാണ് യഥാർത്ഥത്തിൽ. കാരണം കോഴിക്കോട് സമ്മേളനത്തിൻ്റെ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം പാർട്ടി കോൺഗ്രസിന് ശേഷം വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്തിയ ഒരു ജില്ലയാണ് കോഴിക്കോട്. ആ പാർട്ടി കോൺഗ്രസിന്റെ എല്ലാ നേട്ടങ്ങളെയും പരിപൂർണമായി തകർത്ത് തരിപ്പണമാക്കിയ സംഭവമാണ് ചന്ദ്രശേഖരൻ വധം. ആ വധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ എന്ന് സംശയിക്കുന്ന ആളുകളെ തന്നെ വീണ്ടും സെക്രട്ടറിയാക്കുന്നത് വഴി പാർട്ടി യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ഒരു സൂയിസൈഡലായിട്ട് ബനിയ പിടിപെട്ട മാതിരിയാണ് കാണുന്നത്. കാരണം ഈ ജനങ്ങൾ കോഴിക്കോട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കാനിടയില്ലാത്ത ഒരു തീരുമാനമാണിത്. ഈ പാർട്ടി എത്ര പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ മോഹൻ അടക്കമുള്ള ആളുകൾക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. വിചാരണ കോടതിയിൽ അദ്ദേഹം രക്ഷപ്പെട്ടെങ്കിലും ഇപ്പൊ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് വരാൻ പോവുകയാണ്. അടുത്ത 3 വർഷക്കാലം, കഴിഞ്ഞ 3 വർഷക്കാലം ഈ വിഷയം മാത്രമാണ് ചർച്ച ചെയ്തത്. അടുത്ത 3 വർഷക്കാലത്തും ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭീഷണി എന്നതിന്റെ ഉദാഹരണമാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ മോഹനെ തന്നെയാണ് അവർ സെക്രട്ടറി ആക്കുന്നതിൽ തീരുമാനിച്ചതിലൂടെ വന്നിരിക്കുന്നത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു നേതാവിനും തിരഞ്ഞെടുക്കാൻ പറ്റാത്ത വിധം ആഭ്യന്തരമായിട്ടുള്ള പ്രതിസന്ധികൾ ആ പാർട്ടിയെ വേട്ടയാടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ടി പി രാമകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഈ ടി പി രാമകൃഷ്ണനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ശങ്കിച്ച് നിന്ന നിമിഷങ്ങളായിരുന്നു അത് എന്നാണ്. അങ്ങനെ ഒരു സെക്രട്ടറി, ഒരുപക്ഷെ പ്രവർത്തന റിപ്പോർട്ടിൽ അങ്ങനെ കാണുന്നതിൽ തെറ്റില്ല, ഒരു സ്വയം വിമർശനം, ഒരു സെക്രട്ടറി വന്ന് പുറത്തു വന്നത് പറയുകയാണ്. എന്നിട്ട് ആ സെക്രട്ടറി എന്താണ്, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ആ സെക്രട്ടറി എന്താണ് ചെയ്തത്? ചൈനയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇവർ ഭയങ്കര കഠിന ഹൃദയരാണ്, ആ തരത്തിൽ തന്നെയായിരിക്കും ഇതെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഒരു അവധി ആഘോഷിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന്. ഈ സെക്രട്ടറി ചൈനയിൽ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സെക്രട്ടറി എങ്ങനെ അവിടെ വെച്ച് നിർത്തും CPM-നെ സംബന്ധിച്ചിടത്തോളം? അല്ല, അത് ശരിയാണ്, ആ സെക്രട്ടറി മാറ്റേണ്ടതാണ്. പക്ഷേ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ബുദ്ധിപരമായി ഒരു പാർട്ടി എടുക്കേണ്ട തീരുമാനമല്ലല്ലോ ഇത്. ബുദ്ധിപരമായിട്ടുള്ള തന്നെയാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള കഴിവിൻ്റെ കൂടിയുള്ള ഒരു സാധ്യതയുടെ പ്രശ്നമാണ്. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള സമീപനം എടുക്കേണ്ടതായിട്ടുള്ള ഘട്ടങ്ങളിൽ ബുദ്ധിപരമായിട്ടുള്ള സമീപനത്തിന് പകരമായിട്ട് അത് തങ്ങളുടെ പാർട്ടി ഏത് തീരുമാനമെടുത്താലും ആ ദാർഢ്യത്തിൻ്റെ മുന്നിൽ കേരള ജനത കീഴടങ്ങേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള തീരുമാനമായിപ്പോയി. രാമകൃഷ്ണൻ മാറ്റണം, അതിന് പകരം മോഹനാണോ വരേണ്ടത്? മോഹനെ എന്ത് കരിസ്മയാണ് പ്രത്യേകിച്ചുള്ളത് ഈ പാർട്ടിയെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതിജീവന സാധ്യതയില്ല എന്ന് മുൻ സെക്രട്ടറി സൂചിപ്പിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുമുള്ള എന്ത് പ്രത്യേകതരമായിട്ടുള്ള കരിസ്മയാണ് ഈ നേതാവിനുള്ളത്? എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഈ നേതാക്കൾ എത്തിച്ചേരുന്നതെന്ന്. തുടരുക. ശ്രീ N. മാധവൻകുട്ടി, കൊലപാതകത്തിന് കാരണം രാഷ്ട്രീയ വൈരാഗ്യമാണ് എന്ന് എരഞ്ഞിപ്പാലം പ്രത്യേക സെഷൻസ് കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതാണ്. രാഷ്ട്രീയ വിരോധികളുടെ കയ്യിലെ ഉപകരണം മാത്രമായിരുന്നു ആദ്യത്തെ 7 പ്രതികൾ. ആഴത്തിലുള്ള വൈരാഗ്യം CPI-യും RMP-യും തമ്മിലുണ്ട് എന്ന് 1 മുതൽ 5 വരെയുള്ള തെളിവുകൾ വ്യക്തമാക്കുന്നു എന്നും പ്രത്യേക സെഷൻസ് കോടതി വ്യക്തമാക്കിയതാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്ദന് TP ചന്ദ്രശേഖരനുമായി യാതൊരു വൈരാഗ്യവുമില്ല. ഒഞ്ചിയം മേഖലയിൽ CPM എന്നാൽ പി മോഹനാണ്. അവിടെ TP ചന്ദ്രശേഖരൻ്റെ നിലയിലുള്ള ഒരു നേതാവ് കൊല്ലപ്പെടണമെങ്കിൽ അവിടെ പി മോഹനൻ്റെ സമ്മതമോ പി മോഹനൻ്റെ അംഗീകാരമോ അനിവാര്യമാണ്. അവിടെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇത് രാഷ്ട്രീയ വൈരാഗ്യം മൂലമുള്ള കൊലപാതകമാണ് എന്ന്. ആ പി മോഹനെയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുന്നത് എന്നുള്ളത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? നികേഷ് ഇത്ര നീട്ടിപ്പറഞ്ഞതില് ഒരു കാര്യം, അതേ കോടതി തന്നെയാണ് പി മോഹനെ കുറ്റവിമുക്തനാക്കിയത്. തെളിവുകൾ ശക്തമല്ലാത്തത് കൊണ്ട് മാത്രം. ഈ താങ്കൾ ഈ പറഞ്ഞ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതെന്തായിക്കൊള്ളട്ടെ, 2 കാര്യങ്ങൾ.
ഇത് ഇപ്പോൾ വളരെ ബുദ്ധിമോശമായെന്നുള്ളൊരു പുതിയ ആർഗ്യുമെന്റ് ശ്രീ പിയേഴ്സന്റെ മുകിൽ നിന്ന് കേട്ടു. ഇതിനു മുൻപ് ഞാൻ കേട്ടത് പാർട്ടി ഭയപ്പെട്ട് പി മോഹനനെ ജില്ലാ സെക്രട്ടറി ആക്കിയെന്നാണ്. വേറൊരാൾ പറഞ്ഞത് പാർട്ടിയുടെ കൂറ് കാണിക്കാൻ. ഇപ്പം മൂന്നാമത്തെ ബുദ്ധിമോശം പാർട്ടിയുടെ ബുദ്ധിമോശമാണെന്ന്. അതെ, അപ്പോൾ അത് പാർട്ടി നോക്കേണ്ട കാര്യമാണ്. ബുദ്ധിമോശം കൊണ്ട് ഇനി എന്തെല്ലാം നഷ്ടപ്പെടാനുണ്ടെന്നുള്ളത് പാർട്ടി പരിഗണിക്കേണ്ടതാണ്, പാർട്ടിയുടെ പ്രതിനിധികൾ പരിഗണിക്കേണ്ടതാണ്, പാർട്ടി നേതൃത്വം പരിഗണിക്കേണ്ടതാണ്. അത് പാർട്ടിക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ടി.പി. ചന്ദ്രശേഖരൻ വധം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുകയും പീഡനമേൽക്കുകയും ചെയ്ത ഒരു മുതിർന്ന സഖാവാണ് പി മോഹനൻ. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത അദ്ദേഹത്തിന് തീർച്ചയായും ഈ പാർട്ടിക്ക് വേണ്ടിയുള്ള സഹനം വഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത്ര മാത്രമേ ഈ ടി.പി. ചന്ദ്രശേഖരൻ വധം ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളൂ. ദയവായി തുടരുക. ശ്രീമതി കെ രമ, ഒഞ്ചിയത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം CPM-നുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഒഞ്ചിയം മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി മോഹനെ തന്നെ ജില്ലാ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. നിലവിൽ അവിടെ VS അച്യുതാനന്ദൻ പാർട്ടിയിൽ നിന്ന് പോയവർക്ക് തിരികെ വരാം എന്നൊരു സ്വാഗതം നിങ്ങളെല്ലാവർക്കും മുമ്പിൽ വെച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ശ്രീ പിണറായി വിജയൻ എത്തി കുലംകുത്തികൾ തന്നെ എന്ന് പറഞ്ഞു. പിന്നീട് പാർട്ടി കോൺഗ്രസ് വരികയാണ്, എല്ലാവർക്കും തിരികെ വരുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ പി മോഹനെ കൂടി ജില്ലാ സെക്രട്ടറി ആക്കുന്നതിലൂടെ ആ അധ്യായം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പകരം നിങ്ങളെ നേരിടാനാണ് വടകരയിൽ ചേർന്ന ജില്ലാ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. പി മോഹനെ സെക്രട്ടറി ആക്കിയതിലൂടെ വലിയ കടുത്ത ദിവസങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ വരാൻ പോകുന്നത്. ഞങ്ങളെ നേരിടാനൊന്നും ഏതായാലും CPM പി മോഹനായിട്ടില്ല എന്ന് തന്നെ ഒരു സംശയവുമില്ല. കാരണം പി മോഹനെ ഇപ്പോൾ ആക്കിയതിലൂടെ കേരളത്തിലെ കൊട്ടേഷൻ സംഘത്തിനും അതുപോലെ തന്നെ അക്രമകാരികൾക്കും എല്ലാം വളരെ സുന്ദരമായിട്ട് അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയും. കാര്യം ഈ CPM നേതൃത്വം ഈ കൊട്ടേഷൻ സംഘത്തെ അല്ലെങ്കിൽ ഈ അക്രമകാരികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ അവർ തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് പി മോഹനെ സെക്രട്ടറി ആക്കിയതിലൂടെ കേരളത്തിലെ ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് CPM നേതൃത്വം നടത്തിയിരിക്കുന്നത്. എന്ത് അക്രമം നടത്തിയാലും അവരെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട്, അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ഞങ്ങളുണ്ട്. ഈ പാർട്ടി അവരെ സംരക്ഷിക്കും എന്നുള്ളതും പാർട്ടിക്ക് വേണ്ടി എന്ത് ത്യാഗവും എന്തും ചെയ്യാൻ തയ്യാറായ ആളുകളെ എല്ലാവിധത്തിലും പാർട്ടി സംരക്ഷിക്കുമെന്നും വളരെ കൃത്യമായ സന്ദേശം മോഹനെ സെക്രട്ടറി ആക്കിയതിലൂടെ പാർട്ടി ഈ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശ്രീമതി രമ, എരഞ്ഞിപ്പാലം മാറാട് പ്രത്യേക സെഷൻസ് കോടതിയുടെ വിധി രമയുടെ മുന്നിലും ഉണ്ടാവുമല്ലോ. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പി മോഹനെതിരെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത തെളിവുണ്ടല്ലോ, നിങ്ങൾ മുന്നിൽ നിർത്തിയ സാക്ഷിയുണ്ടല്ലോ, അത് വിശ്വസനീയമല്ല എന്നാണ്. പടയങ്കണ്ടി രവീന്ദ്രൻ്റെ പൂക്കടയിൽ ഇരുന്ന് പി മോഹനൻ ഉറക്കെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളത് അസംഭാവ്യമാണ് എന്നാണ്. അങ്ങനെ ഒരു വിചാരണ കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഒരാളെ ഒഴിവാക്കുകയും നേരത്തെ ശ്രീ മാധവൻകുട്ടി പറഞ്ഞത് ഞാൻ ഉയർത്തിക്കാണിക്കുകയാണ്. അങ്ങനെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സഖാവിനെ രമ പറയുന്നത് പോലെ തന്നെ റിവാർഡ് ചെയ്താൽ എന്താണ് കുഴപ്പം? അല്ല, ഇത് കീഴ്ക്കോടതിയിലെ വിധിയെ ഇപ്പം വന്നിട്ടുള്ളൂ നികേഷ്. കോടതി ഇനിയും മുകളിലേക്കുണ്ട്. ഞങ്ങളുടെ അപ്പീലുകളൊക്കെ പരിഗണിക്കുകയാണ്. അപ്പീലുകൾ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. കീഴ്ക്കോടതിയിലെ വിധിയാണ് ഇവർ മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നുവെങ്കിൽ ആ കീഴ്ക്കോടതി ശിക്ഷിച്ച മറ്റൊരു പ്രതിയുണ്ട്, കുഞ്ഞനന്ദൻ. ആ കുഞ്ഞനന്ദൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ സമീപനം എന്താ? അപ്പോൾ കുഞ്ഞനന്ദൻ്റെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും മോഹൻ്റെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് എന്ത് നയമാണ് CPM-ൻ്റേത്? ആ കുഞ്ഞനന്ദൻ്റെ വിധി അംഗീകരിച്ച പാർട്ടി ആ കുഞ്ഞനന്ദനെ ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വീണ്ടും. അത് മാത്രമല്ല, കുഞ്ഞനന്ദൻ്റെ സന്ദേശം ഏരിയ സമ്മേളനത്തിൽ വായിക്കുകയാണ്. പാർട്ടി ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന ആളുടെ സന്ദേശം. എന്താണ് പാർട്ടി നൽകുന്ന, ജനങ്ങൾക്കിടയിൽ നൽകുന്ന സന്ദേശം എന്താണ് ഈ പാർട്ടി കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ എല്ലാവിധത്തിലും സംരക്ഷിക്കുമെന്നത് തന്നെയല്ലേ? പിന്നെ ഏത് രൂപത്തിലാണ് ഇവർ അംഗീകരിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് ഇവർ ഈ കോടതി വിധിയെ ഞങ്ങൾ അംഗീകരിച്ചു അല്ലെങ്കിൽ ഇതാണ് ശരി എന്ന് പറയുന്ന കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് ഏത് രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ശ്രീ എൻ മാധവൻകുട്ടി, ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകൾ ഇതാണ്. പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് പോലെ പാർട്ടി ഞാൻ മടങ്ങിയെത്താം. പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന അവസ്ഥ, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ജില്ലാ സെക്രട്ടറിക്ക് പോലും ടി.പി. ചന്ദ്രശേഖരൻ്റെ വധത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പൊതുജന രോഷമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ തോന്നിപ്പോവുകയാണ്. അതിനുശേഷമോ
2 ലോക്സഭാ സീറ്റുകളും കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന തോറ്റമ്പി, ഒരുപക്ഷെ കോഴിക്കോടും വടകരയും കേരളത്തിലെ 20 മണ്ഡലങ്ങൾ എടുത്താൽ CPM ജയിക്കേണ്ട ആദ്യ 2 മണ്ഡലങ്ങളാണ്. അവിടെ 2ഉം തോറ്റമ്പി. ഇത് TP ചന്ദ്രശേഖരൻ്റെ വധം കൊണ്ടാണ് എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. അതിന് എതിരായിട്ടുള്ള ജനരോഷം കൊണ്ടാണ് എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. എന്നിട്ടും TP ചന്ദ്രശേഖരൻ വധത്തിലെ 14ാം പ്രതിയെ CPIM ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് രമ പറയും. നികേഷ്, ഈ ചർച്ചയുടെ ഒരു ഇതുവരെയുള്ള ഒഴുക്കിൽ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. എനിക്ക് മനസ്സിലാക്കുന്നു പുറത്തുനിന്ന്, കോഴിക്കോട് ജില്ലയിൽ CPM നേരിടുന്ന മുഖ്യ ശത്രു ശ്രീ രമ നയിക്കുന്ന RMP ആണെന്ന് പറഞ്ഞാൽ അതിനോട് അപ്പുറം ഒരു തമാശയില്ല. കോഴിക്കോട് യഥാർത്ഥത്തിൽ RSSന്റെയും RSSനെ സഹായിക്കുന്ന UDF സർക്കാരിൻ്റെ പോലീസിൻ്റെയും അതിക്രമങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ സഖാക്കൾ ജീവൻ കൊടുത്ത് അത്തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. RMP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അവരുടെ നേതൃത്വത്തിൽ ആരെയെങ്കിലും തിരഞ്ഞെടുത്ത് അവരോട് എന്തെങ്കിലും തെളിയിക്കേണ്ട ആവശ്യം കോഴിക്കോട്ട്, നിങ്ങൾ അമ്പി എന്ന് പറയുന്ന അമ്പിയിട്ടൊന്നുമില്ല. കേരളത്തിൽ വടകരയിൽ വളരെ ചെറിയ വോട്ടിനാണ് തോറ്റത്. അതിൻ്റെ പുറകിൽ നടന്ന കളികൾ അറിയാം. കോഴിക്കോട്ടെ പരാജയം തീർച്ചയായും ഒരു പരാജയം തന്നെയാണ്. പക്ഷെ കോഴിക്കോട്ട് പാർട്ടി ആ തോറ്റ അമ്പി എന്നൊക്കെയുള്ള അതിവാദങ്ങളൊന്നും കൊണ്ട് RMPയെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ ശത്രുവാണെന്നുള്ള മട്ടിൽ പഴകിയ 1.5-2 കൊല്ലം മുമ്പുള്ള അതേ പൂക്കട വർത്തമാനങ്ങളെല്ലാം ഈ ഒരു രാത്രി നിങ്ങൾക്ക് പ്രചരിപ്പിക്കാൻ കഴിയും. അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. തീർച്ചയായും CPMനെ സംബന്ധിച്ചിടത്തോളം RMP വലിയ ശത്രു ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഒളിഞ്ഞും തെളിഞ്ഞും TP ചന്ദ്രശേഖരനെയും RMPയെയും വടകരയിലെയും കോഴിക്കോടെയും ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നോ അത് CPMനോട് അകന്നു നിൽക്കാനുള്ള കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് പാർട്ടി രേഖകളിലാണ് എങ്കിൽ ഇനി എരഞ്ഞിപ്പാലം കോടതി വിലയിരുത്തിയത് എന്താണ്? RMP രൂപീകരണം ഒഞ്ചിയത്ത് ഭരണം നഷ്ടപ്പെടുവാൻ CPMനിടയാക്കി. അതാണ് TP ചന്ദ്രശേഖരനെ കൊല്ലാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, വടകരയിൽ TP ചന്ദ്രശേഖരൻ തന്നെ സ്ഥാനാർത്ഥിയായപ്പോൾ അവിടെ വളരെ കാലത്തിന് ശേഷം CPMൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് RMP ഒരു തടസ്സമല്ല, RMP CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധമല്ല എന്ന് പറഞ്ഞൊഴിയാൻ ഇതുവരെ CPMന് മറ്റ് കാരണങ്ങളില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും വിജയിക്കുകയോ അല്ലെങ്കിൽ വിജയത്തിൻ്റെ എന്തെങ്കിലും സൂചന നൽകുകയോ ചെയ്തിട്ടില്ല. എന്തോ നികേഷിന് അങ്ങനെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. RMPയെ എന്തെങ്കിലും മറുപടി പറഞ്ഞുകൊണ്ട് ഒരു സംഘടനാ സമ്മേളനത്തിലെ ഭാരവാഹിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് CPMന്റെ കാര്യപരിപാടിയാണെന്ന് നിങ്ങൾ ധരിക്കുന്നെങ്കിൽ കോഴിക്കോട് ഈ എന്തെങ്കിലും തെളിയിക്കാൻ, RMPയെ തെളിയിക്കാൻ, അങ്ങനെയാണെങ്കിൽ തന്റെ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ CPM വിരുദ്ധ മാധ്യമങ്ങളെ അറിയുന്ന CPM സാമാന്യ ബുദ്ധിയായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയല്ലേ ചെയ്യുക? ഇതവർക്ക് CPM നേതൃത്വം ചോറല്ലേ കഴിക്കുന്നത്? അവർ RMPയുടെ ഈ നിങ്ങളുടെയും കൂടിയുള്ള ഈ സംയുക്ത ആക്രമണം മോഹനന്റെ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാവുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം ബുദ്ധിശൂന്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥ പ്രശ്നം. 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ സഖാവ് മോഹനൻ കോടതി വിമുക്തനാക്കിയില്ലെങ്കിൽ അദ്ദേഹം സെക്രട്ടറി ആവുമായിരുന്നില്ല. അദ്ദേഹം കുറ്റക്കാരനാണ് അല്ല എന്ന് പാർട്ടിക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹം സെക്രട്ടറി ആവുമായിരുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗവും പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ സമുന്നതനായ നേതാവുമാണ്. അദ്ദേഹം ആ കള്ളക്കേസിൽ കുടുങ്ങി 1 കൊല്ലം ജയിലിൽ അനുഭവിച്ചത് അദ്ദേഹത്തിന് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തന്നെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അത്രയേ ഉണ്ടാവുള്ളൂ. സഖാവ് മണിയായാലും പിണറായി ആയാലും, നാളെ സഖാവ് പിണറായിക്ക് കേരളത്തിൽ മത്സരിക്കാൻ കഴിയുമോ? ലാവ്ലിൻ കേസിന് ശേഷം മണിക്ക് മത്സരിക്കാൻ കഴിയുമോ? നിങ്ങളുടെ ആർഗ്യുമെന്റ് ശരിയാണെങ്കിൽ ഇതൊന്നും ഇത്തരത്തിലുള്ള വാചാടോപങ്ങളിലൂടെ ഈ സംഘടനാ തീരുമാനത്തെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാൻ കഴിയുകയില്ല. കാലം മാറി. RMP ജനിച്ചുണ്ടായ ആ കാലഘട്ടത്തിൽ നിന്ന് കോഴിക്കോട് രാഷ്ട്രീയം പോലും വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. തുടരുക ശ്രീമതി രമ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിചാരണ കോടതി ഒഴിവാക്കിയിട്ടേ ഉള്ളൂ, സുപ്രീം കോടതി വരെ പോകട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ശ്രീ N മാധവൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന് നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ ഞാൻ NM പിയേഴ്സിനോട് ചോദിച്ചതുപോലെ ഇപ്പോഴുള്ള ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെട്ടപ്പോൾ ചൈനയിൽ അവധിക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ആളെ പാർട്ടിയിൽ വെച്ച് നിർത്താനാകില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവി നൽകി, എക്സിക്യൂട്ടീവ് പദവി നൽകി നിർത്താനാകില്ല. പകരം മറ്റൊരാളെ, ഏറ്റവും ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ആളെ കൊണ്ടുവരേണ്ടി വരും. അതിന്
അവരെടുക്കുന്നത് CPM എന്ന പാർട്ടി എടുക്കുന്നത് സ്വാഭാവികമായും വിചാരണ കോടതി വെറുതെ വിടുകയും തെളിവുകൾ അസ്വാഭാവികമാണ് എന്നും പക്ഷപാതപരമാണ് എന്നുമുള്ള വിധിയെ തന്നെ ആയിരിക്കും. രമ, അല്ല, അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ആളെ അല്ലെങ്കിൽ കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ആളെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്ന് പറയുന്ന എന്ത് സന്ദേശമാണ് പാർട്ടി നൽകുന്നത്? കോടതി വെറുതെ വിട്ടു എന്ന് ഉള്ള ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം കുറ്റവിമുക്തനായി എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയും? ഒരു സംശയം വേണ്ട, 100% പി മോഹൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കൊല നടന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ, ഒരുപക്ഷെ കോടതി വിധി മറിച്ചാണെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ കോടതി ഇത് വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഏത് രൂപത്തിലാണ് ഈ പാർട്ടി പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ CPM നേതൃത്വം നൽകിയിരിക്കുന്നത്. കാരണം ഇവർ CPM ഒരുപക്ഷെ ഭയക്കുകയാണ്. ഒരുപക്ഷെ മോഹനെ സെക്രട്ടറിയാക്കിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇനിയും വിചാരണ നേരിടുമ്പോൾ പല നേതാക്കന്മാരുടെയും പേര് പി മോഹൻ്റെ വായിൽ നിന്ന് വരും. ഇവനെ പി മോഹനെ ഇതിന് പറഞ്ഞയച്ച ആളുകൾ, ഇതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിയോഗിച്ച ആളുകളുണ്ട്. ആ നിയോഗിച്ച ആളുകളുടെയൊക്കെ പേര് വിവരം ഒരുപക്ഷെ പി മോഹൻ്റെ വായിൽ നിന്ന് വീഴാതിരിക്കാൻ ഈ മോഹനെ സെക്രട്ടറിയാക്കിയ നേതൃത്വത്തിന് മതിയാകൂ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതൃത്വം വളരെ കൃത്യമായിട്ട് തന്നെ അതിനുള്ള പ്രതിഫലം, അതിനുള്ള പാരിതോഷികം സെക്രട്ടറിയാക്കി ഏറ്റവും സമുന്നതമായ പദവിയിൽ ഒരു കൊലയ്ക്ക് നേതൃത്വം നൽകിയാളെ അതിൻ്റെ ഉന്നതമായ പദവിയിൽ എത്തിച്ചുകൊണ്ട് തന്നെ അത് പ്രത്യുപകാരം നൽകിയിരിക്കുകയാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുമെന്നുള്ള ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം വെച്ചാൽ ഇനിയും വിചാരണ നേരിടുകയാണ്. തീർച്ചയായിട്ടും മോഹൻ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ തന്നെ ഉണ്ടാവും. കീഴ്ക്കോടതിയുടെ വിധി ആയിരിക്കില്ല മേലെ പോകുമ്പോൾ. നമുക്കറിയാം, ഒരുപാട് കോടതി വിധികൾ നമ്മൾ കണ്ടതാണ്. മാറാട് കേസിലൊക്കെ കീഴ്ക്കോടതി വെറുതെ വിട്ടിയ ആളുകളെ മേൽക്കോടതിയിൽ പോയപ്പോൾ ശിക്ഷിച്ച അനുഭവം ഒക്കെ നമ്മുടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇതും ആ ഒരു അവസ്ഥയിലേക്ക് വരും. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ N. മാധവൻകുട്ടി, ശ്രീമതി KK രമ, NP ചേക്കുട്ടി, NM പിയേഴ്സൺ, KM ഷാജഹാൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്